ഫിഖ് 90. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ നാലാമത്തത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യലാണ്. ഇനി അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. വാജിബാത്തുഹ, സൂറത്തുൽ ഫാത്തിഹയിൽ നിർബന്ധമായ കാര്യങ്ങൾ: 1. വുഖൂഉഹ കുല്ലിഹാ ഫിൽ ഖിയാം, ഫാത്തിഹ മുഴുവനും നൃത്തത്തിലായിരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടൊരു നിർബന്ധമായ കാര്യമാണിത്. ഫാത്തിഹ മുഴുവനും നൃത്തത്തിലായിരിക്കുക എന്നത് ഫാത്തിഹ അംഗീകരിക്കപ്പെടാൻ നിർബന്ധമായ കാര്യമാണ്. പലപ്പോഴും വലല്ലാലീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റുക്കൂയിലേക്ക് പലരും പോവാറുള്ളത്. അപ്പോൾ ഈ വലല്ലാലീൻ തീരുന്നത് റുക്കൂയിൽ എത്തിയിട്ടായിരിക്കും. സ്പീഡിൽ നിസ്കരിക്കുമ്പോഴും സൂറത്തില്ലാത്ത സമയത്തൊക്കെ അശ്രദ്ധമായിട്ട് അങ്ങനെ സംഭവിച്ചു പോവാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഫാത്തിഹ അവസാനിക്കുന്നത് വലല്ലാലീൻ എന്നതിലെ നൂന് റുക്കൂവിൻ്റെ പരിധിയിലെത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ ആ ഫാത്തിഹ സ്വഹീഹാകാതെ വരും. അങ്ങനെ ഒരുപക്ഷെ ധാരാളം നിസ്കാരങ്ങൾ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഭാവിയിൽ ഓരോ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നിർബന്ധമായിട്ടുള്ള ഈ ഘടകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. രണ്ടാമത്തതും വളരെ സുപ്രധാനമാണ്. ഇസ്മാഉ നഫ്സിഹി ജമിയ ഹുറൂഫിഹ, ഫാത്തിഹയുടെ അക്ഷരങ്ങൾ മുഴുവനും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. ഇതും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ചുണ്ട് അനക്കിയാൽ മതിയാവുകയില്ല. 1. മറ്റൊന്ന്, ഫാത്തിഹയ്ക്കിടയിൽ കോട്ടുവായിടുന്ന സമയത്ത് ആ കോട്ടുവായിടുമ്പോൾ പലപ്പോഴും സൂറത്തുകളിലെ ഫാത്തിഹ സൂറത്തിലെ ചില കലിമാത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്, നമ്മൾ കേൾക്കാറില്ല. അതും ഫാത്തിഹയെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പം അന്തരീക്ഷത്തിൽ മറ്റു ശബ്ദങ്ങളില്ല, സംസാരശേഷിയുണ്ട്, കേൾവിശേഷിയൊക്കെ ഉണ്ട്. ഈ ഘട്ടങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ നാം തന്നെ കേട്ടിരിക്കൽ അനിവാര്യമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. 3. കൗനുഹാബിൽ അറബിയത്തി, അറബി ഭാഷയിലായിരിക്കണം. മറ്റു ഭാഷകളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വഹീഹാകുന്നതല്ല, നിസ്കാരം ബാത്തിലായി പോവുകയും ചെയ്യും. 4. റിയായത്ത് ഹുറൂഫിഹ വ മഹാരിജിഹ വ തസ്തീദാത്തിഹ, ഫാത്തിഹയിലെ അക്ഷരങ്ങളും അതിൻ്റെ മഹ്റജുകളും ഷദ്ദുകളും ശ്രദ്ധിക്കണം. ഐന് വൈനായി പോകരുത്, വൈന് ഐനായി പോകരുത്, അക്ഷരങ്ങൾ വിട്ടുപോകരുത്, ഷദ്ദും ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക്കൻ്റെ ഷദ്ദ് നഷ്ടപ്പെട്ടു പോയാൽ ഭീമാബദ്ധം വരും. ഇയ്യാക്ക നിന്നെ എന്നാണ് അർത്ഥം. ഷദ്ദ് നഷ്ടപ്പെട്ടു ഇയ്യാക്ക എന്നായാൽ സൂര്യപ്രകാശത്തെ എന്നായി അർത്ഥം. അപ്പോൾ സൂര്യപ്രകാശത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇങ്ങനെ ഒരു ഷദ്ദ് മാറുമ്പോഴേക്ക് വലിയ ആശയവ്യത്യാസം വരുന്ന വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചു പോവാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അൽഹംദുലില്ലാഹി എന്ന് ഹ ആയിട്ട് പറയരുത്. റബ്ബിൽ ആലമീൻ എന്നായി പോകരുത്, റബ്ബിൽ ആലമീൻ എന്നു തന്നെ വേണം. സിറാത്തുല്ലദീന അൻഅംത എന്ന് ഓതുമ്പോൾ ഹംസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് ഓതണം. ഖൈറിൽ മഗ്ദൂബി അലൈഹിം അവിടെ വാവും മീമും പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചോതണം. ഇങ്ങനെ അക്ഷരങ്ങൾ, അതിൻ്റെ മഹറജുകൾ, അതിൻ്റെ ഷദ്ദുകൾ ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ഓതുക എന്നത് ഫാത്തിഹ സ്വഹീഹാവാൻ അനിവാര്യമായ ഒരു കാര്യമാണ്. 5. അദ്മുൽ അഹ്നിൻ മുഗയ്യിരിൽ മാന, അർത്ഥത്തെ വ്യത്യാസപ്പെടുത്തുന്ന വിധത്തിൽ പിഴവുകൾ സംഭവിക്കാതിരിക്കണം. അൻഅംത സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച വഴിയിൽ, അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. അവിടെ അൻഅംത എന്നിടത്ത് അൻഅംതു എന്നായി പോയാൽ ഞാൻ അനുഗ്രഹിച്ചു എന്നർത്ഥം മാറിപ്പോകുന്നു. അൻഅംതി എന്നായാൽ പെണ്ണിനോടുള്ള സംബോധനയായി മാറുന്നു. ഇങ്ങനെ അർത്ഥങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തുന്ന പിഴവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. 6. മുവാലാത്തു, തുടർച്ചയാണ്. ഫാത്തിഹയുടെ കലിമാത്തുകൾക്കിടയിൽ, ആയാത്തുകൾക്കിടയിൽ തുടർച്ച വേണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അർറഹ്മാനി പറയുന്നതെങ്കിൽ അത് സ്വഹീഹാവൂല. ഒരു ചുമ വന്നു, കുര വന്നു, അതൊക്കെ മാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ശ്വാസം അയക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ
അനുവദിക്കപ്പെടുകയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആയത്തുകൾക്കിടയിൽ കലിമത്തുകൾക്കിടയിലൊക്കെ വന്നു പോയാൽ മുവാലാത്ത് മുറയും. അപ്പോൾ ഫാത്തിഹ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഏഴാമത്തത് തർത്തീബു കലിമാത്തിഹ വ ആയാത്തിഹ, അതിൻ്റെ കലിമത്തുകളെയും ആയത്തുകളെയും ക്രമത്തിൽ തന്നെ ഓതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ ലില്ലാഹിൽ ഹംദു നോദിയാൽ കലിമത്ത് മാറ്റലായി. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം എന്ന് കഴിഞ്ഞിട്ട് ഇയ്യാക്ക് ഓതിപ്പോയാൽ പ്രശ്നമാണ്. അങ്ങനെ ആയത്തുകളുടെയും കലിമത്തുകൾക്കിടയിലും ക്രമം നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. എട്ടാമത്തത് അൽ ഇത്തിയാനു ബിമാ അജ്മഅ അലാ വുജൂബിഹി അൽ ഖുറാഉ, ഖാരിഈങ്ങൾ നിർബന്ധമാണ് എന്ന് ഏകോപിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യണം. മിനൽ മദ്ദി വൽ ഇദ്ഗാമി വനഹ്വിഹിമ, മദ് വലല്ലാലീൻ ലാസിമായ മദ്ദാണ്, ശ്രദ്ധിക്കണം. ഇദ്ഗാം അർറഹ്മാൻ റഹീം എന്ന് തന്നെ ഓതണം. വനഹ്വിഹിമ, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 8 നിർബന്ധമായ കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ശ്രദ്ധിക്കണമെന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് തെറ്റുകൾ തിരുത്തുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.